ഹലോ ഫ്രണ്ട്സ്, കക്ക ഇറച്ചി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവാള, ചെറിയുള്ളി, നാളികേരം ചിരകിയതുണ്ട്, ചെറുതായിട്ടൊന്ന് മുറിച്ചതുമുണ്ട്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കക്ക ഇറച്ചി നന്നായി കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വേവിക്കാനായിട്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇറച്ചി വെന്തതിന് ശേഷം വെള്ളം ഊറ്റി വെക്കണം. ഇനി ഒരു ചീൻചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നാളികേരം ഇതുപോലെ ആയതിനു ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി വഴണ്ടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. കക്ക ഇറച്ചിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇതിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം. കക്ക ഇറച്ചി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം.
കക്കയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.